ഹലോ ഡിയേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താകുന്നു മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളതും അതിൻ്റെ ഒരു ഡെഫിനിഷനും അതുപോലെ തന്നെ അതിൻ്റെ നാച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ള കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അത് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാകുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ്. അതായത് എക്കണോമിക്സും അതുപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസുകൾ. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഡിഫറൻസ് പറയുമ്പോൾ എക്കണോമിക്സ് ഈസ് തിയററ്റിക്കൽ, മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് പ്രാക്ടിക്കൽ. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആകുന്നു, പക്ഷേ മാനേജ് എക്കണോമിക്സ് എന്താണ്? അത് പ്രാക്ടിക്കൽ. നമുക്കറിയാം മാനേജ് എക്കണോമിക്സിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടൂൾസ് ഇൻ ബിസിനസ്. അതല്ലേ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്? അതെന്താണ്? അപ്ലിക്കേഷനാണ്, അതായത് പ്രാക്ടിക്കൽ ആകുന്നു. പക്ഷേ എക്കണോമിക്സ് പറയുന്നത് എന്താണ്? അത് തിയററ്റിക്കൽ ആകുന്നു. അപ്പോൾ അത് തന്നെയാകുന്നു പ്രധാനമായിട്ട് വരുന്ന വ്യത്യാസം. നമുക്കറിയാം പ്യുവർ എക്കണോമിക്സ് ഈസ് എക്കണോമിക് തിയറി. ഇറ്റ് എക്സ്പ്ലെയിൻസ് എക്കണോമിക് റിയാലിറ്റി ഇൻ തിയററ്റിക്കൽ ടേംസ്. അതായത് പ്യുവർ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ എക്കണോമിക് തിയറി മാത്രമാണ് പറയുന്നത്. അവിടെ എന്താണ്? എക്കണോമിക് റിയാലിറ്റി, എന്താണ് കാര്യങ്ങൾ, അതായത് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്, ആ ഒരു കാര്യങ്ങൾ മാത്രമേ തിയററ്റിക്കലായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, അതിൽ പറയുന്നുള്ളൂ. അതുപോലെ പക്ഷേ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ലൈക്ക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. പക്ഷേ മാനേജീരിയൽ എക്കണോമിക്സിൽ തിയററ്റിക്കൽ അല്ല, അവിടെ എന്താണ്? പ്രാക്ടിക്കലായിട്ടാണ് വരുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് മാനേജീരിയൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആകുന്നു. എങ്ങനത്തെ? ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ ഫോർവേഡ് പ്ലാനിങ്, അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ ഫോർവേഡ് പ്ലാനിങ്, അതായത് മുൻകൂട്ടിയുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആകുന്നു ഇതിൽ വരുന്നത് ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാകുന്നു ഒന്നാമത്തെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആകുന്നു, മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത് പ്രാക്ടിക്കൽ ആകുന്നു. അതുപോലെ സെക്കൻഡ് ഡിഫറൻറ്റ് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എസെൻഷ്യലി മൈക്രോ എക്കണോമിക്. നമ്മൾ നാച്ചർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? മാനേജീരിയൽ എക്കണോമിക്സ് പ്രധാനമായിട്ടും മൈക്രോ എക്കണോമിക്സിൻ്റെ ക്യാരക്ടർ ആകുന്നു മാനേജീരിയൽ എക്കണോമിക്സിനുള്ളത് എന്നുള്ളത്. പക്ഷേ എക്കണോമിക് തിയറിക്ക് എന്താണ്? എക്കണോമിക് തിയറി കൺസിസ്റ്റ് ഓഫ് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. എക്കണോമിക് തിയറി എന്താണ്? അവിടെ മൈക്രോവും വരുന്നുണ്ട്, അതുപോലെ തന്നെ വരുന്നുണ്ട് മാക്രോവും വരുന്നുണ്ട്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എസെൻഷ്യലി മൈക്രോ എക്കണോമിക് ഇൻ നേച്ചർ. പ്രധാനമായിട്ടും മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താകുന്നു? മൈക്രോ എക്കണോമിക് ഇൻ നേച്ചർ ആകുന്നു. പക്ഷേ എക്കണോമിക് തിയറി ഡീൽസ് വിത്ത് മൈക്രോ ആസ് വെൽ ആസ് മാക്രോ എക്കണോമിക്സ്. എക്കണോമിക് തിയറി എന്താണ്? മൈക്രോനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മാക്രോവും എക്കണോമിക്സും ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാകുന്നു രണ്ടാമത്തെ ഡിഫറൻസ്. ഇത്രയേ ഉള്ളൂ. മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക് ആകുന്നു അതിൻ്റെ നേച്ചർ. പക്ഷേ എക്കണോമിക് തിയറി എന്താണ്? അല്ലെങ്കിൽ എക്കണോമിക്സ് എന്താണ്? അതിന് മൈക്രോ ആൻഡ് മാക്രോ, ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ആകുന്നു എക്കണോമിക്സിൻ്റെ നാച്ചറായിട്ട് വരുന്നത്. അതുപോലെ നെക്സ്റ്റ് ഡിഫറൻസ് ആകുന്നു എക്കണോമിക് തിയറി ഈസ് ഡിസ്ക്രിപ്റ്റീവ്, മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് പ്രിസ്ക്രിപ്റ്റീവ്. അതായത് എക്കണോമിക് തിയറി ഓൺലി എക്സ്പ്ലെയിൻസ്, അവിടെ എന്താണ്? കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, അല്ലാതെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും നിർദ്ദേശങ്ങളൊന്നും ചെയ്യുന്നില്ല, നമുക്ക് അവിടെ നൽകുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് പ്രിസ്ക്രൈബ്. ഉണ്ടോ? അവിടെ എക്കണോമിക്സ് തിയറി എന്ത് ചെയ്യുന്നില്ല? ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ മാനേജീരിയൽ എക്കണോമിക്സ് ഓഫേഴ്സ് പ്രാക്ടിക്കൽ പ്രിസ്ക്രിപ്ഷൻസ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നൽകുന്നുണ്ട് മാനേജീരിയൽ എക്കണോമിക്സ്. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു സോൾവ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് ശ്രമിക്കുന്നുണ്ട്. അപ്പം എക്കണോമിക് തിയറി എന്ന് പറയുന്നത് ഒള്ളി എന്താണ് കാര്യങ്ങൾ അത് മാത്രം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അത് ഡിസ്ക്രിപ്റ്റീവ് ആകുന്നു. പക്ഷേ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് പ്രിസ്ക്രിപ്റ്റീവ് ആകുന്നു. അവിടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാനേജീരിയൽ എക്കണോമിക്സ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അൺലൈക്ക് എക്കണോമിക്സ് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ഇവിടെ എക്കണോമിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ്? മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി.
മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി. ഇത് നമ്മൾ നേച്ചർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യമായിരുന്നു. അതായത് ഇവിടെ മാനേജീരിയൽ എക്കണോമിക്സ് ഡ്രോസ് ഫ്രം other disciplines like economics, management, statistics, planning, operation, research, etc. This is not the case with economic theory. അതായത് ഇവിടെ മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, എല്ലാ ഡിസിപ്ലിൻസിൽ നിന്നും, അതായത് എല്ലാ ഡിസിപ്ലിൻസിലും എക്കണോമിക്സിലും മാനേജ്മെൻറ്റിലും സ്റ്റാറ്റിസ്റ്റിക്സിലും പ്ലാനിങ്ങിലും അതുപോലെ തന്നെ ഓപ്പറേഷൻ റിസർച്ചിലും ഇവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്, മാനേജറിയൽ എക്കണോമിക്സ് വരുന്നുണ്ട്. പക്ഷേ ദിസ് ഈസ് നോട്ട് ഇൻ ദ കേസ് വിത്ത് ദ എക്കണോമിക് തിയറി. പക്ഷേ എക്കണോമിക് തിയറിയിൽ എന്ത് ചെയ്യുന്നില്ല, ഇത്തരം മൾട്ടി ഡിസിപ്ലിനറി ക്യാരക്ടർ അല്ലെങ്കിൽ നാച്ചർ അവിടെ ഇല്ല. അപ്പോൾ അതെന്താകുന്നു, ഈ ഒരു എക്കണോമിക്സും മാനേജറിയൽ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആകുന്നു. അതുപോലെ നെക്സ്റ്റ്, പ്യുവർ എക്കണോമിക് തിയറി ഈസ് പോസിറ്റീവ്, മാനേജറിയൽ എക്കണോമിക്സ് ഈസ് നോർമാറ്റീവ്. ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു. ഇവിടെ പ്യുവർ എക്കണോമിക് തിയറി എന്ന് പറയുന്നത് എന്താകുന്നു, അത് പോസിറ്റീവ് ആകുന്നു. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താകുന്നു, അത് നോർമാറ്റീവ് ആകുന്നു. അതായത് പ്യുവർ എക്കണോമിക് തിയറി എക്സ്പ്ലെയിൻസ് വാട്ട് ഈസ്, അതായത് എന്താകുന്നു എന്നുള്ള മാത്രം എന്ത് പറയുന്നുള്ളൂ, ഈ ഒരു പ്യുവർ എക്കണോമിക് തിയറി പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ദെയർഫോർ ഇറ്റ് ഈസ് പോസിറ്റീവ്. അതെന്താകുന്നു, പോസിറ്റീവ് സയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാകുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്യുവർ എക്കണോമിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് പ്രിസ്ക്രൈബ്സ് പോളിസി ഡിസിഷൻസ് ലൈക്ക് വാട്ട് ഓട്ട് ടു ബി, ദെയർഫോർ ഇറ്റ് ഈസ് നോർമാറ്റീവ്. അതായത് എന്തായിരിക്കണം എന്നുള്ളതാകുന്നു ഇതിൽ പറയുന്നത്. അത്തരം പോളിസി ഡിസിഷൻസുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകുന്നു എന്ത് പറയുന്നത്, മാനേജീരിയൽ എക്കണോമിക്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താകുന്നു, നോർമാറ്റീവ് ആകുന്നു. അപ്പോൾ അതാകുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പ്യുവർ എക്കണോമിക്സ് തിയറി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുന്നു, മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നോർമാറ്റീവ് ആകുന്നു. അതുപോലെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാകുന്നു ഒബ്ജക്റ്റീവ്സ് ആൻഡ് യൂസസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ യൂസസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക് തിയറിയും ബിസിനസ് പ്രാക്ടീസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താകുന്നു, ഇതിൻ്റെ ഒരു യൂസസ് ആയിട്ട് എന്താ ചെയ്യാം നമുക്ക് പറയാം, ഇൻ്റഗ്രേറ്റിംഗ് എക്കണോമിക് തിയറിയും അതുപോലെ തന്നെ ബിസിനസ് പ്രാക്ടീസസും. അതുപോലെ യൂസിങ് എക്കണോമിക് ടൂൾസ് ടു അനലൈസ് ബിസിനസ് സിറ്റുവേഷൻസ്. അതായത് മാനേജറിയൽ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസിങ് എക്കണോമിക് ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് സിറ്റുവേഷൻസുകളൊക്കെ അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അപ്ലൈയിങ് എക്കണോമിക് പ്രിൻസിപ്പിൾസ് ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് പ്രിൻസിപ്പിൾസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം എക്കണോമിക് പ്രിൻസിപ്പിൾസിലൂടെയൊക്കെ ബിസിനസ് പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മാനേജറിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഒബ്ജക്റ്റീവായിട്ട് പറയാം. അതുപോലെ ഫെസിലിറ്റേറ്റിംഗ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് അനാലിസിസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഡിമാൻഡ് എത്രമാത്രം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ എനാബിളിംഗ് റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടൈനിറ്റി ബിയറിംഗ്. റിസ്ക് ടേക്കിങ്ങിനും അതുപോലെ അൺസർട്ടൈനിറ്റി ബിയറിങ്ങിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ആവുന്നു ഹെൽപ്പിംഗ് ഇൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫോർമുലേറ്റിംഗ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ബിസിനസ് സ്ട്രാറ്റജീസ്. അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജീസ്, അതായത് തന്ത്രങ്ങൾ, അതെന്ത് ചെയ്യുന്നുണ്ട്, ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാവുന്നു പ്രധാനമായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് പറഞ്ഞത് എന്തായിരുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജറിയൽ എക്കണോമിക്സ്. ഒന്നാമത് പറഞ്ഞത് എക്കണോമിക്സ് എന്ന് പറയുന്നത് തിയററ്റിക്കലാണ്, മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലാകുന്നു. അതുപോലെ രണ്ടാമത് പറഞ്ഞത് മാനേജറിയൽ എക്കണോമിക്സ് എന്താകുന്നു, പ്രധാനമായിട്ടും മൈക്രോ എക്കണോമിക്സ് ആകുന്നു. അതായത് ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയെക്കുറിച്ച് മാത്രമാണ് ഇതിൽ പറയുന്നത്, സ്റ്റഡി ചെയ്യുന്നതാകുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം അനാലിസിസ് നടത്തുന്നതാകുന്നു ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് പറയുന്നത്. പക്ഷേ എക്കണോമിക് തിയറി എന്തെയാണ്, അവിടെ ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ആകുന്നു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു എക്കണോമിക് തിയറിയിൽ വരുന്നത്. അതുപോലെ എക്കണോമിക് തിയറി ഈസ് ഡിസ്ക്രിപ്റ്റീവ്. അവിടെ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഒന്നും വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ മാനേജറിയൽ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അത് പ്രിസ്ക്രിപ്റ്റീവ് ആകുന്നു. അതുപോലെ
മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താകുന്നു, മൾട്ടി ഡിസിപ്ലിനറി ആകുന്നു. പക്ഷേ എക്കണോമിക്സ് എന്തല്ല, അത്രമാത്രം മൾട്ടി ഡിസിപ്ലിനറി അല്ല. അതുപോലെ പ്യുവർ എക്കണോമിക് തിയറി ഈസ് പോസിറ്റീവ്, അതുപോലെ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് നോർമാറ്റീവ്. പ്യുവർ എക്കണോമിക് തിയറി എന്ന് പറയുന്നത് എന്താണ്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്ട് ഈസ് എന്നുള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, പോസിറ്റീവ് ആകുന്നു. പക്ഷേ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നോർമാറ്റീവ് ആണ്. കാരണം അവിടെ പോളിസി ഡിസിഷൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനത്തെ ആകുന്നു, വാട്ട് ഓട്ട് ടു ബി, എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒബ്ജക്റ്റീവ്സ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇൻറ്റഗ്രേറ്റീവ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ്. എക്കണോമിക് തിയറിയും അതുപോലെ തന്നെ ബിസിനസ് പ്രാക്ടീസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻറ്റഗ്രേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂസിങ് എക്കണോമിക് ടൂൾസ് ടു അനലൈസ് ബിസിനസ് സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ അപ്ലൈയിങ് എക്കണോമിക് പ്രിൻസിപ്പിൾസ് ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക് പ്രിൻസിപ്പിൾസുകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് ടൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനും ഡിമാൻഡ് അനാലിസിസിനും വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനാബിളിംഗ് റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ബിയറിങ്, റിസ്ക് ടേക്കിങ്ങിനും അൺസർട്ടനിറ്റി ബിയറിംഗും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹെൽപ്പിംഗ് ഇൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ളതും ലോങ് ടേം ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം മാനേജീരിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നുണ്ട്.